നമസ്കാരം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് എന്തായിരിക്കും? തനിക്കൊരു കുഞ്ഞ് ജനിക്കുന്ന ഒരു നിമിഷം. ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ, സ്വന്തം ചോരയെ ഒരു നോക്ക് കാണാൻ ഏതൊരച്ഛനും കുതിക്കും. കോഴിക്കോട് കായക്കുടി സ്വദേശിയായ വിനു പ്രസാദ് എന്ന 30-കാരനും ആ ഒരു വലിയ സ്വപ്നത്തിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അച്ഛനായതിന്റെ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിലായിരുന്നു ആ യുവാവ്. പക്ഷെ വിധി കാത്തുവെച്ചത് മറ്റൊന്നാണ്. അച്ഛനായ സന്തോഷത്തിന് വെറും 3 ദിവസത്തെ ആയുസ്. ഭാര്യയും നവജാത ശിശുവിനെയും നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തിരുന്ന ആ യുവാവിനെ ഒടുവിൽ ജീവനറ്റ നിലയിലാണ് കണ്ടെത്തിയത്. അതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് തൊട്ടു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പിനുള്ളിൽ. നമ്മളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ വിനുപ്രസാദിന്റെ ആ ദാരുണമായ വാർത്തയിൽ ആ ജീപ്പിനുള്ളിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നാണ് നോക്കുന്നത്. എന്തുകൊണ്ട് ആ അച്ഛന് സ്വന്തം മകളെ കാണാൻ മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല? കായക്കൊടിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് ജീപ്പ് ഡ്രൈവറായിരുന്ന വിനുപ്രസാദ്. കഠിനാധ്വാനിയായ ഒരു സാധാരണക്കാരൻ. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് വിനു തന്റെ ഗർഭിണിയായ ഭാര്യ അനുസ്മയെ പ്രസവത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അന്നു മുതൽ, അതായത് നീണ്ട 2 ആഴ്ചയിലധികം കാലം വിനുവിന്റെ ലോകം ആ ആശുപത്രി പരിസരമായിരുന്നു. മെഡിക്കൽ കോളേജിന് പുറത്തെ വഴിയരികിൽ തന്റെ സുഹൃത്തും നാട്ടുകാരനുമായ സജിത്തിന്റെ ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനുവിന്റെ കാത്തിരിപ്പ് ആ ജീപ്പിനുള്ളിലാണ്. വണ്ടിയുടെ പിൻസീറ്റിൽ ഒരു തലയണയും വെച്ച് അവിടെ തന്നെയായിരുന്നു ഉറക്കവും ഭക്ഷണവും എല്ലാം. ഗർഭിണിയായ ഭാര്യയ്ക്ക് എപ്പോൾ എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുവാൻ, മരുന്നുകൾ വാങ്ങാൻ അമ്മ ശോഭ വിളിക്കുമ്പോൾ കൃത്യമായി എത്തിക്കുവാൻ വിനു ആ ജീപ്പിൽ കാവലിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ആ വാർത്ത വന്നു. അനുസ്മയ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. വിനു ഓടിച്ചെന്ന് തന്റെ മകളെ ഒരു നോക്ക് കണ്ടു. ആ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അപ്പുറമായിരുന്നു. എന്നാൽ കുഞ്ഞിന് നേരിയ മഞ്ഞപ്പിത്തം കണ്ടെത്തിയതിനെ തുടർന്ന് 2 ദിവസം കൂടി ഡോക്ടർമാർ നിരീക്ഷണത്തിൽ വയ്ക്കാൻ നിർദ്ദേശിച്ചു. അതുകൊണ്ട് ഡിസ്ചാർജ് 2 ദിവസം കൂടി നീണ്ടുപോയി. ചൊവ്വാഴ്ച അമ്മയും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രിയും വിനു വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് സംസാരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ഭാര്യയും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ യുവാവ്. ചൊവ്വാഴ്ച രാവിലെയായി. ആശുപത്രിയിൽ നിന്ന് പേപ്പറുകളെല്ലാം ശരിയായി. വിനുവിനെ വിവരം അറിയിക്കാൻ അമ്മ ശോഭ ഫോണിൽ വിളിച്ചു. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും വിനു എടുത്തില്ല. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ ആയതോടെ അമ്മയ്ക്ക് ആശങ്കയായി. അവർ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി വിനു സ്ഥിരമായി കിടക്കാറുള്ള റോഡരികിൽ ജീപ്പിന് സമീപത്തേക്ക് നടന്നു ചെന്നു. ജീപ്പിന്റെ ഉള്ളിലേക്ക് നോക്കിയ അമ്മ കണ്ടത് സീറ്റിൽ നിശ്ചലമായി കിടക്കുന്ന വിനുവിനെയാണ്. അമ്മയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയവരും സുഹൃത്തുക്കളും ചേർന്ന് വിനുവിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും ആ ജീവൻ പൊലിഞ്ഞിരുന്നു. അച്ഛനായ സന്തോഷത്തിന് വെറും 3 ദിവസത്തെ ആയുസ് മാത്രം നൽകിയാണ് വിനു ഈ ലോകത്തോട് വിട പറഞ്ഞത്. വിനുവിന് എന്താണ് സംഭവിച്ചത്? ഒരു 30 വയസ്സുകാരനായ ആരോഗ്യവാനായ യുവാവ് എങ്ങനെയാണ് പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിയത്? വിനുവിന്റെ സുഹൃത്തും ജീപ്പിന്റെ ഉടമയുമായ സജിത്ത് ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. വിനു കിടന്നിരുന്ന ജീപ്പിന്റെ പിൻഭാഗത്ത് തലയണയ്ക്ക് സമീപം ഛർദ്ദിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രാഥമിക നിഗമനങ്ങൾ അനുസരിച്ച് ഹൃദയ സംബന്ധമായ അസുഖമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരുപക്ഷെ ദിവസങ്ങളോളമുള്ള ഉറക്കമില്ലായ്മയോ മാനസികമായ സമ്മർദ്ദമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹൃദയാഘാതമോ ഒക്കെയാകാം ഇതിലേക്ക് നയിച്ചത്. മരണത്തിന്റെ കൃത്യമായി കാരണം കണ്ടെത്താൻ ഫോറൻസിക് വിഭാഗം ഡോക്ടർ പ്രജിത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സാമ്പിളുകൾ ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. എങ്കിലും ഒരു കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷയും താങ്ങുമായിരുന്ന ആ യുവാവിന്റെ വിയോഗം കായക്കൊടി എന്ന നാടിനെ ഒന്നടങ്കം ഒലിച്ചു കളഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അനുസ്മയ തന്റെ കുഞ്ഞുമൊത്ത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത്. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വാർഡിന് പുറത്തേക്ക് വരുമ്പോൾ ആ പാവം പെൺകുട്ടി കരുതിയത് തങ്ങളെ കാത്ത് പുറത്ത് വിനു പുഞ്ചിരിയുടെ നിൽപ്പുണ്ടാകും എന്നായിരുന്നു. വീട്ടിലേക്കുള്ള മടക്ക് യാത്രയിൽ തങ്ങളെ ചേർത്ത് പിടിക്കാൻ വിനു ഒപ്പമുണ്ടാകുമെന്ന് അവൾ ആശ്വസിച്ചിരുന്നു. പക്ഷേ അപ്പോഴും തന്റെ ഭർത്താവ് ഈ ലോകം വിട്ടുപോയി എന്ന ക്രൂരമായ സത്യം ആ ഭാര്യയെ അറിയിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ആശുപത്രി അധികൃതരും ബന്ധുക്കളും ആ പെൺകുട്ടിയിൽ നിന്ന് മരണവിവരം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്ന ആ യാത്രയിൽ വിനു അവർക്കൊപ്പമില്ലായിരുന്നു. പകരം വിനുവിന്റെ മൃതദേഹമാണ് പിന്നീട് ആ നാട്ടിലേക്ക് എത്തിയത്. ചൊവ്വാഴ്ച വൈകുന്നേരം കായക്കൊടി ഗ്രൗണ്ടിലും കുറ്റ്യാടി പഴയ സ്റ്റാൻഡിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടൊന്നാകെ കണ്ണീരണിഞ്ഞു. അച്ഛൻ മനോജിനും സഹോദരൻ മനുപ്രസാദിനും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആ നഷ്ടം. വിധി എത്രത്തോളം ക്രൂരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് മനുപ്രസാദിന്റെ ഈ വേർപാട്. സ്വന്തം മകളുടെ മുഖം കൊതിയോടെ ഒരു വട്ടം കൂടി കാണാൻ ആഗ്രഹിച്ച അച്ഛന് അതിന് സാധിക്കാതെ ജീപ്പിന്റെ ഇരുട്ടറയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒരു വശത്ത് പുതിയൊരു ജീവൻ പിറന്ന സന്തോഷവും, തൊട്ടപ്പുറത്ത് ആ ജീവന്റെ കാവൽക്കാരൻ ഇല്ലാതായ വലിയ ദുഃഖവും. അനുസ്മയിക്കും ആ പിഞ്ചു കുഞ്ഞിനുമൊക്കെ ഈ നഷ്ടം താങ്ങാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്നാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്.